കുറെ പേരുടെ പരാതി പരിഗണിച്ച് ഇന്ന് ഞാൻ നല്ലൊരു കിടിലൻ വെജിറ്റേറിയൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് സോയാബീൻ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ടേ. ആ സമയം കൊണ്ട് സവാള, ക്യാപ്സിക്കം, തക്കാളിയുടെ അരി കളഞ്ഞൊന്ന് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കണം. അതിനിടയ്ക്ക് സോയാബീനിലെ വെള്ളം പിഴിയുന്ന എന്റെ മാരക എക്സ്പ്രഷൻ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട. ഇനി ഒരു പാത്രത്തിലോട്ട് 2 സ്പൂൺ തൈര്, 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ചാട്ട് മസാല, കസൂരി മേത്തി, നാരങ്ങാനീര്, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. എന്റെ പൊന്നെ, ഞാനിപ്പോ ശ്വാസം കിട്ടാതെ ഇതെല്ലാം കൂടെ തൊണ്ടേ കുരുങ്ങി ചത്തേനെ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കഴുകി പിഴിഞ്ഞു വെച്ചേക്കുന്ന സോയാബീനും അരിഞ്ഞു വെച്ചേക്കുന്നതിനകത്ത് കുറച്ച് സവാളയും ക്യാപ്സിക്കും തക്കാളി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ബാക്കി വന്ന സവാള എന്റെ ചോപ്പർ കൂട്ടനകത്തിട്ട് നല്ലതുപോലെ അങ്ങ് കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുത്ത് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് തക്കാളി അരച്ചതും വെള്ളവും സോയാബീനും തട്ടിക്കൊടുത്ത് ലാസ്റ്റ് കുറച്ച് കുരുമുളകും പച്ചമുളകും മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കുമ്പോഴത്തേക്ക് കിടിലൻ സോയ ടിക്ക മസാല റെഡി. ട്രൈ ചെയ്ത് നോക്കിക്കോ, അന്യായ ടേസ്റ്റ് ആണ്. അപ്പൊ ഓക്കെ, ബൈ.